എല്ലാവരും മരിക്കും. ഈ ദുനിയാവും അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എല്ലാം 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 നശിക്കുക തന്നെ ചെയ്യും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നമ്മൾ നിത്യമായി പാരായണം ചെയ്യുന്ന സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന മനോഹരമായ വചനമാണിത്. നിത്യമായി പാരായണം ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞത് പാരായണം ചെയ്യാറുണ്ട് എന്ന പ്രതീക്ഷയിലാണ്. നമ്മളൊക്കെ പാരായണം ചെയ്യേണ്ട സൂറത്താണത്. സൂറത്തുർ റഹ്മാനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിഅയും സൂറത്ത് യാസീനും സജദയുമെല്ലാം നിത്യമായി നമ്മൾ ഓതേണ്ട സൂറത്താണ്. നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ടവരെ ബർക്കത്തുണ്ടാവാൻ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാവാൻ, അതുപോലെ നമ്മുടെ വീടുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാവാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മനോഹരമായ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാവുകയാണ്. മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്, കുല്ലുമൻ അലൈഹാ ഫാൻ. എല്ലാം 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 നശിക്കുക തന്നെ ചെയ്യും. ആകെ ബാക്കിയാകുന്നത് അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ ബ്രഹ്മാണ്ഡ ഘടാഹങ്ങളുടെ വിധികർത്താവായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ബാക്കിയാവുക. എല്ലാം എല്ലാം ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകും അല്ലെ. അന്ത്യനാൾ, ലോകാവസാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. 2050 ആകുമ്പോ 2075 അന്ത്യനാള് സംഭവിക്കുമെന്ന് പറഞ്ഞതായി ഒരു ഹദീസുകളിലും നമുക്ക് കാണില്ല. എന്നാലോ എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അടയാളങ്ങളിലൂടെ ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകാവസാനത്തിന് മുന്നോടിയായി ലോകത്തുണ്ടാകാനിടയുള്ള അല്ല ഉണ്ടാകുമെന്നുറപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവ വികാസങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളുമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. ആ വലിയ അടയാളങ്ങൾ അത് അന്ത്യനാളിനോട് ഏറ്റവും അടുത്ത സമയത്ത് സംഭവിക്കുന്നതാണ്. എന്നാൽ അതിന് മുന്നോടിയായി, അതിനു മുമ്പായി ചെറിയ ചെറിയ ഒരുപാട് അടയാളങ്ങൾ ലോകത്ത് സംഭവിക്കും. ലോകത്തിന്റെ ദിഗന്ധങ്ങളിൽ ദുരന്തങ്ങൾ പോലെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ, മദീനയുടെ മന്ദമാരുതൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിയൽ أول السطور بسم الله بدء الخالق لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والصحاب من للآل لا إله إلا الله لا إله إلا الله محمد رسول الله. ഒരുപാട് ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനത്തിന് മുമ്പായി ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമെന്ന്. അതിൽ മഹാനായ ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. 10-15ഓളം അടയാളങ്ങൾ പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസ് ഇങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇദത്തുഖിദൽ ഫൈഉ ദിവലം വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ വതുഉല്ലിമ ലിഗൈരി الدين
وأطاع الرجل امرأته وعك أمه وأدنى صديقه وأقصى أباه وظهرت الأصوات في المساجد وساد القبيلة فاسقهم وكان زعيم القوم أرذلهم وأكرم الرجل مخافة شره وظهرت القينات والمعازف وشربت الخمور ولعن آخر هذه الأمة أولها فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومسخا وآيات تتتابع كنظام قطع سلكه فتتابع നബിയുനാ റസൂലുള്ളാഹി. ഈ ഓരോ അടയാളങ്ങളും ഒരുപാട് ദിവസം വഅദ് പറയാനുള്ള വിഷയമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയവുമില്ല. ഞാൻ ആ ചെറിയ രൂപത്തിൽ അതൊന്ന് വിശദീകരിച്ച് അങ്ങനെ പോവും. ഓരോ അടയാളങ്ങൾ പറയുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറഞ്ഞു പോകും സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞതെത്ര യാഥാർത്ഥ്യമാണ് നബിയേ, അങ്ങ് പറഞ്ഞതെത്ര സത്യമാണ് നബിയേ. ഇന്ന് നമ്മൾ പറഞ്ഞു പോകുമാർ നൂറ്റാണ്ട് 14 മുമ്പ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഓരോ അടയാളങ്ങളും അക്ഷരം പ്രതി പകൽ വെളിച്ചം പോലെ ലോകത്ത് നടന്നു കൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ നടന്നു കഴിഞ്ഞു എന്ന് പറയാം. ഒന്നാമതായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പൊതുസ്വത്തുക്കൾ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന കാലം വരലാണ്. പൊതുസ്വത്തുക്കൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ അവസാന നാളിന്റെ അടയാളമാണ്. പൊതുസ്വത്തുക്കൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ, പൊതുസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സൂക്ഷ്മത കുറഞ്ഞു പോയാൽ, പള്ളി ഭരിക്കുന്നവർ, മദ്രസ ഭരിക്കുന്നവർ, നാട് ഭരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ പൊതുസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ അവരെല്ലാം. അള്ളാഹുവിന്റെ സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള പൊതുസ്വത്തുക്കൾ, അതെല്ലാം വളരെ പ്രധാനമായി വളരെ കാർക്കശ്യത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സംഗതികളാണ്. അതിലെല്ലാം ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് അലംഭാവമുണ്ടാകലാണ്. അത് അവസാന നാളിന്റെ അടയാളമാണ്. അതിലെല്ലാം അലംഭാവം ഉണ്ടാവുക, അതൊക്കെ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുക. എത്ര വഖഫ് സ്വത്തുക്കളാണ് നമ്മുടെ നാടുകളിൽ അന്യാധീനപ്പെട്ടു പോയത്. എത്രയോ വഖഫ് സ്വത്തുക്കൾ ഇന്ന് അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. പലരും കൈയടക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ഒക്കെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് അത് വളരെ ഉത്തരവാദപ്പെട്ട ഒരു കാര്യമാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നല്ല ബോധം വേണം. ഞാൻ ഈ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന ബോധം വേണം. അധികാരം എന്ന് പറയുന്നത് പാൽപായസമാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അധികാരം എന്ന് പറയുന്നത് പാൽപായസമാണ് എന്നാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അധികാരം എന്നത് പാൽപായസമല്ല, അത് മുൾക്കിരീടമാണ്. അത് മുൾക്കിരീടമാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മാദിബാനി ജായിആൻ ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദാ ലഹാ മിൻ ഹിർസിർ റജുലി അലാ ശറഫി വൽ മാൽ. സ്ഥാനമാനങ്ങളോട്, അതുപോലെ സമ്പത്തിനോട് അമിതമായ താല്പര്യമുള്ള, അത്യാഗ്രഹമുള്ളയാൾ, ആ ആൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന കുഴപ്പം എത്ര വലിയ കുഴപ്പമെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയാണ്, വിശന്നൊട്ടിയ ആട്ടിൻപറ്റങ്ങളെ, വിശന്നൊട്ടിയ ചെന്നായ്ക്കളെ ഒരാട്ടിൻപറ്റത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ ആ ചെന്നായ്ക്കൾ ആട്ടിൻപറ്റങ്ങളിൽ, ആട്ടിൻകൂട്ടത്തിൽ എത്ര വലിയ കുഴപ്പമുണ്ടാക്കുമോ അതിനേക്കാൾ വലിയ കുഴപ്പമാണ് സ്ഥാനമാനങ്ങളോട് അമിതമായ താല്പര്യമുള്ള,
സമ്പത്തിനോട് വലിയ താല്പര്യമുള്ള ആളുകൾ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവരാ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അത്ര വലുതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലായിടത്തും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലിയാണ്, അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള വടംവലികളാണ്, മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അധികാരങ്ങളിൽ അറിവുള്ളവർ വരണം എന്നത് വളരെ പ്രധാനമാണ്. ഈ മഹല്ലിന്റെ പ്രസിഡന്റ് വർഷങ്ങളോളം ഇവിടെ ഖത്തീബായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വന്യരായ പണ്ഡിതനാണ്. മാഷാ അല്ലാഹ്, ആ നിലയിൽ അവര് വർഷങ്ങളോളം ഇവിടെ ഖത്തീബായി സേവനമനുഷ്ഠിച്ച് ഇപ്പൊ നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. മാഷാ അല്ലാഹ്, അറിവുള്ളവർ, വിവേകമുള്ളവർ, വിവരമുള്ളവർ അവർ ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങളിൽ വരുമ്പോ അതിന് വലിയ പവിത്രതയുണ്ട്. പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. അല്ലാതെ പോയാൽ വലിയ കുഴപ്പങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാവുക. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. പൊതുസ്വത്തുക്കൾ സ്വകാര്യവൽക്കരിക്കപ്പെടുക, അത് സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന കാലം വരിക. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നല്ല ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കണം എന്നത് വളരെ പ്രധാനമാണ്. അല്ലാതിരുന്നാൽ നമ്മളും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടുപോകും എന്നതാണ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക. രണ്ടാമതായി ഹബീബായ നബി തങ്ങൾ എണ്ണി പറഞ്ഞത് വിശ്വസ്തത നഷ്ടപ്പെടലാണ്. വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ രണ്ടാമത്തെ അടയാളമാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്. ലോകാവസാനത്തിന് മുന്നോടിയായി ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന രണ്ടാമത്തെ ഒരു കാര്യം വിശ്വസ്തത നഷ്ടപ്പെടും. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം സംജാതമാകും. ഒരാളെ വിശ്വസിച്ച് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, വിശ്വസിച്ച് ഒരാളുടെ കയ്യിൽ ഒന്നും ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ അതിൽപ്പെടും എല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ഒരു ദിവസം ചോദിച്ചു, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ എപ്പോഴാണ് നബിയേ ലോകത്തിന്റെ അവസാനം എപ്പോഴാണ്? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദുയ്യഅതിൽ അമാനതു ഫന്തദിരിസ്സാഅ, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചുകൊള്ളണേ. ആ സ്വഹാബി വര്യൻ വീണ്ടും ചോദിച്ചു, മത്താ ദുയ്യഅതിൽ അമാനതു യാ റസൂലല്ലാഹ്, നബിയേ എപ്പോഴാണ് വിശ്വസ്തത നഷ്ടപ്പെടുക? അതിനുത്തരം പറഞ്ഞു ഹബീബായ നബി തങ്ങൾ, ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ, അനർഹരായ ആളുകളെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് നിയമിക്കപ്പെട്ടാൽ അവിടെ വിശ്വാസ്യത തകരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ മുഹമ്മദ് മുസ്തഫ. അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, ചൊല്ല് അസ്സലാത്തു അലൻ നബി. അശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. അനർഹരായ ആളുകളെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് നിയമിക്കപ്പെട്ടാൽ അവിടെ വിശ്വാസ്യത തകരും. അവർക്ക് ആ സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യാനാവില്ല, കൃത്യമായി ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ബന്ധുനിയമനം. ബന്ധുനിയമനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ബന്ധുനിയമനത്തിന്റെ പേരിൽ എന്താണ് കാര്യം? ഒരുപാട് അർഹരായ ആളുകൾ ഉണ്ടായിട്ടും അവരെയെല്ലാം തഴഞ്ഞ് അനർഹനായ ആളെ മന്ത്രിയുടെ ബന്ധു എന്ന നിലയിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് നിയമിച്ചു.
അർഹരായ എത്രയോ ആളുകൾ ഉണ്ടായിട്ട് അവരെയൊക്കെ തഴഞ്ഞിട്ടാണ് മന്ത്രിയുടെ ബന്ധുവായി എന്ന പേരിൽ മാത്രം അയാളെ അവിടെ നിയോഗിക്കപ്പെട്ടത്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അനർഹരായ ആളുകളെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ നിയമിക്കുക എന്ന് പറയുന്നത്. അതാണ്. ഇങ്ങനെ വന്നാൽ അവിടെ വിശ്വാസ്യത തകരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ സംഭവങ്ങൾ. അതുപോലെ തന്നെയാണ് വിശ്വസിച്ച് നമ്മൾ ഒരാളെ ബിസിനസ്സിനോ മറ്റോ പണം ഏൽപ്പിക്കും. എത്രയോ ആളുകൾ പറ്റിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ലക്ഷങ്ങൾ കോടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബിസിനസ്സിനെന്ന പേരിൽ ഒരാളുടെ കയ്യിൽ എല്ലാവരും പണം കൊടുക്കുക. അങ്ങനെ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും വാങ്ങി മുങ്ങി നടക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസവഞ്ചന നടത്തുന്ന എത്രയോ ആളുകൾ. മുനാഫിക്കിന്റെ അടയാളമാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് 3 കാര്യം. ആയത്തുൽ മുനാഫിഖി സലാസ്, കപടന്റെ അടയാളം 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിൽ നിന്ന് ഒന്നുണ്ടായാൽ കാപഢ്യത്തിന്റെ ഒരംശം നമ്മളിൽ ഉണ്ടായി. 2 ഉണ്ടായാൽ കാപഢ്യത്തിന്റെ 3/2 ഭാഗമുണ്ടായി. ആ 3 അടയാളങ്ങളും നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ കാന മുനാഫിഖൻ ഖാലിസാ, അവൻ തനിച്ച മുനാഫിഖായി എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 അടയാളം? ഏതാണ് ആ 3 അടയാളം? ഇദാ ഹദ്ദസ കദിബ, വാ തുറന്നാൽ കള്ളം പറയുക. വാ തുറന്നാൽ കള്ളം പറയുക. വ ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു കളയുക. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വിട്ടു അല്ലേ. 1, വാ തുറന്നാൽ കള്ളം പറയുക. കള്ളം പറയാൻ, പച്ചക്കള്ളം പറയാൻ. അത് കുട്ടികളോട് തമാശ രൂപേണ കുട്ടികളെ അടുത്തേക്ക് വിളിക്കുമ്പോൾ ചില ഉമ്മമാര് കയ്യിൽ എന്തോ ഉള്ളതുപോലെ മുഷ്ടി ചുരുട്ടി പിടിച്ചിങ്ങനെ അടുത്തേക്ക് വരാൻ വേണ്ടി വിളിക്കും. അതുപോലും കളവായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുപോലും കളവാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഒരു സ്വഹാബി വനിതയോട്, ഒരു സഹോദരിയോട് കുട്ടിയെ ഇങ്ങനെ അരികിലേക്ക് വിളിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കയ്യിൽ വല്ലതുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ തുക്തബു അലൈകി കിദ്ബതൻ, അത് നിന്റെ മേലൊരു കളവായി രേഖപ്പെടുത്തപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ചെറിയ മക്കളോട് അങ്ങനെ ചെയ്യുന്നത് ആ കുട്ടികൾക്ക് കളവ് പറയാനുള്ളൊരു പ്രേരണ കൂടിയായി മാറും എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇദാ ഹദ്ദസ കദിബ, വാ തുറന്നാൽ കള്ളം പറയുക. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു കളയുക. കപടന്റെ 2ാമത്തെ അടയാളമാണ് വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു കളയുക. വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു കളയുക. പലപ്പോഴും ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാർക്ക് പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും അല്ലേ. വൈകുന്നേരം ഒന്ന് ഒരുങ്ങിക്കട്ടോ, ഞാനിങ്ങനെ ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ച് നേരത്തെ വരാം, വൈകുന്നേരം ഒന്ന് ഒരുങ്ങിക്ക്, നമുക്ക് ഇന്ന് സിറ്റി സെന്ററിലൊക്കെ പോവാം, ഒന്ന് ഫിസ മാളിലൊക്കെ പോവാം അല്ലെ, ഒരു മംഗലാപുരത്തൊക്കെ കറങ്ങി വരാം എന്നൊക്കെ പറയും. ഒന്നും പോണ്ടേ? ഒന്നും പോക്കില്ലേ? അല്ലാ, സിറ്റി സെന്റർ എന്നെല്ലാം പറഞ്ഞപ്പോൾ എന്തൊരു ബേജാറായ പോലെ ഉണ്ടല്ലോ. പോയിട്ടില്ല ഇതുവരെ? പോണം, ഭാര്യമാരെയും കൊണ്ടല്ലേ. ഭാര്യമാരെന്നില്ല, 2 ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാര്, ഒരാളെ ഉള്ളെങ്കിൽ ഭാര്യയും മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് പോകണം അല്ലെ. ഒന്ന് കറങ്ങാൻ പോകണം, ഒന്ന് ദുനിയാവ് അല്ലെ, അനുവദനീയമായ ആസ്വാദനം ഒക്കെ നമുക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് ഭാര്യ മക്കളെയൊക്കെ കൂടി ഒന്ന് ഇടക്കൊക്കെ ഒന്ന് പോകണം. എത്ര കാലമാണ് നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നത്? തിരക്കന്നെ പൈസ ഉണ്ടാക്കുക അല്ലെ. ഒരു ദിവസം ഫ്രീ ഇല്ല. ആകെ ഞായറാഴ്ച, സൺഡേ ഹോളിഡേ, അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങലും. പിന്നെ ഭാര്യയ്ക്ക് വല്ലതും മക്കൾക്ക് വല്ല സന്തോഷം കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ, കുടുംബജീവിതം നയിക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഭാര്യ മക്കളെയും കൊണ്ടൊന്ന് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയ യാത്രകൾ, പറ്റുമെങ്കിൽ വലിയ യാത്രകളൊക്കെ ഒന്ന് പോകണം. സിയാറത്തൊക്കെ അതിൽ ആഡ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും വിനോദങ്ങൾ, എന്റർടൈൻമെന്റ്, അനുവദനീയമായ വിനോദങ്ങൾ ഒന്നും കുഴപ്പമില്ലല്ലോ, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവ് പറഞ്ഞു അല്ലെ, വൈകുന്നേരം ഞാൻ വരാം, കുറച്ച് നേരത്തെ വരാം. ഭാര്യയും മക്കളൊക്കെ ഒരുങ്ങിയിരുന്നു, സന്തോഷായി, റാഹത്തായി. എവിടെ? 6 മണിയായി, 7 മണിയായി, 8 മണിയായി. പോകാനൊരുങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച ഭാര്യയും മക്കളും മെല്ലെ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചു. സാധാ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞു. അപ്പോഴാണ് ആള് വരുന്നത് 9-9:30 മണിക്ക്. സോറി കേട്ടോ, എനിക്ക് എങ്ങനെ കുറച്ച് തിരക്കായി പോയി. ഇപ്പൊ സോറി പറഞ്ഞിട്ട് കാര്യമില്ല.
5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ അപ്പോളൊന്ന് വിളിച്ചു പറയണം. പണ്ടത്തെ പോലെയല്ലല്ലോ, എത്രയോ സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഫോൺ വിളിക്കാൻ പറ്റിയ ഒരു സൗകര്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് എങ്കിലും ഇടാമല്ലോ. സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്നത്തെ യാത്ര ക്യാൻസലാണ്, നമുക്ക് മറ്റൊരു ദിവസം പോവാം. ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു കളയരുത്, അത് കപടന്റെ അടയാളമാണ്. അതുപോലെ വിശ്വസിച്ചാൽ വഞ്ചന നടത്തുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു തരാം, ഒരു 10,000 രൂപ എനിക്ക് കടം തരുമോ? അല്ലെ, ചോദിക്കും ചില ആളുകൾ, ഒരു 10,000 രൂപ തരുമോ, ഒരാഴ്ച കഴിഞ്ഞാൽ തരാം എന്ന് പറഞ്ഞാൽ കടം കൊടുത്തോ കുടുങ്ങി എന്നതാണ് ഇന്നത്തെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത്. കടം കൊടുത്ത് കുടുങ്ങിയ ആൾക്കാർ ഇഷ്ടം പോലെ ഈ സദസ്സിൽ ഉണ്ടാവാം, എല്ലാ സദസ്സുകളിലും ഉണ്ടാവലുണ്ട്. ചില ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ആ ചിരിക്കുന്ന ആൾക്കാരൊക്കെ കുടുങ്ങിയ ആൾക്കാരാവാനാണ് ചാൻസ്. അങ്ങനത്തെ ഉറപ്പ് ഞാൻ പറയുന്നില്ല. അപ്പോ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടം കൊടുത്ത് കുടുങ്ങുന്ന ആൾക്കാരുണ്ട് എത്രയോ ആളുകൾ. സത്യം പറഞ്ഞാൽ കടം കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ ഇബാദത്താണ്. സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും കൂലിയാണ് കടം കൊടുക്കുന്നതിന് എന്ന് ഹദീസുകളിൽ കാണാം. നമ്മൾ വീട്ടിന് മുന്നിൽ ഒരാൾ വന്നാൽ, യാചകൻ വന്നാൽ അയാൾക്ക് നമ്മൾ സ്വതക്ക ചെയ്യും, ദാനം കൊടുക്കും, അതിനേക്കാൾ കൂലിയാണ് കടം കൊടുക്കുന്നതിന് എന്ന് ഹദീസുകളിൽ കാണാം. എന്തുകൊണ്ട്? കടം ചോദിക്കുന്നയാൾ ആവശ്യക്കാരനായിരിക്കും. ആവശ്യക്കാരനാകുമ്പോഴാണ് കടം ചോദിക്കുക. മറ്റേ ആൾ അങ്ങനെയല്ല. നമ്മുടെ വീടിന് മുന്നിൽ വരുന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവും, യാചകനാണെങ്കിലും നല്ല പൈസ ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തോ ആകട്ടെ, ഏതായാലും അത്യാവശ്യമാണ് ആ കടക്കാരനെ നിങ്ങളെ മുന്നിൽ എത്തിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് കടം കൊടുത്ത ആളുകൾ കുടുങ്ങിപ്പോകുന്നുണ്ട്. എത്രയോ ആളുകൾ സങ്കടത്തോടെ പറയുന്നത് കേട്ടിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കടം തന്ന് സഹായിച്ച ആളുകളെ പറ്റിക്കാൻ പാടില്ല. ആദ്യം ഫോൺ എടുക്കൂല്ല, അല്ലെ, പിന്നെ കണ്ടാൽ മുങ്ങി നടക്കും. കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും മര്യാദക്ക് പറ്റില്ല. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഇങ്ങനെ നോക്കുകയാണ്, ആള് വരുന്നുണ്ടോ, ആര് കടം തന്ന ആള് വരുന്നുണ്ടോ ഇങ്ങനെ നോക്കി പേടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എത്ര ആളുകളുണ്ടെന്നറിയോ ഇങ്ങനെ മുങ്ങി നടക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, പാടില്ല. ചില ആളുകൾ ഒന്നുകൂടി കടന്നു പറയും, അല്ലേ, ഞാൻ നിന്റെ 10,000 കൊണ്ട് നാട് വിടുന്നൊന്നുമില്ല, ഞാൻ എടുത്തന്നെ ഉണ്ട്, തരും. ആ രീതിയിലാണ് സംസാരിക്കുക. എത്ര മോശമായ ഇടപെടലുകളാണതൊക്കെ. വിശ്വസിച്ചാൽ വഞ്ചന നടത്തുക, ഇതെല്ലാം കപടന്റെ അടയാളങ്ങളാണ്. അപ്പൊ വിശ്വാസം നഷ്ടപ്പെടൽ അവസാന നാളിന്റെ അടയാളങ്ങളിൽ മുത്തുനബി തങ്ങൾ എണ്ണിപ്പറയുകയാണ്. ഞാൻ ഓടിച്ചു പോവുകയാണ് സമയത്തിന്റെ ദൗർലഭ്യം മാനിച്ചുകൊണ്ട്. മൂന്നാമതായി പുണ്യനബി തങ്ങൾ പറഞ്ഞത് സകാത്ത് കടമാക്കപ്പെടലാണ്. സകാത്ത് കടമാക്കപ്പെടുന്ന സാഹചര്യം സംജാതമാകൽ അവസാന നാളിന്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സകാത്ത് കടമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട മുതലാളിമാർ അത് നൽകാതിരിക്കുക. പാവപ്പെട്ടവന്റെ അവകാശമാണ് സകാത്ത് എന്ന് പറയുന്നത്. പാവപ്പെട്ടവന്റെ അവകാശമാണ്. നമ്മുടെ കയ്യിൽ സകാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട മുതലുണ്ടെങ്കിൽ അതിന്റെ 2.5% അവകാശി പാവപ്പെട്ടവനാണ്. അത് അവന്റെ പണമാണ്, നമ്മളത് അവന് കൊടുക്കൽ നിർബന്ധമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സകാത്ത് എന്ന് പറയുന്നത്. നിസ്കാരം പോലെ, ഹജ്ജ് കർമ്മം പോലെ നിസ്കാരമൊക്കെ വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഹജിയാർ, എല്ലാ ജമാഅത്തിനും ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ വലതു ഭാഗത്ത് തന്നെ നിൽക്കുന്ന ഹജിയാർ, എത്രയോ ഉംറകൾ നിർവഹിച്ചിട്ടുള്ള, ഹജ്ജുകൾ നിർവഹിച്ചിട്ടുള്ള ഹജിയാർ, സകാത്തിന്റെ കാര്യമെത്തുമ്പോൾ മൗനം പാലിക്കുകയാണ്. സകാത്തിന്റെ കാര്യമെത്തുമ്പോൾ മൗനം അവലംബിക്കുകയാണ്. എത്ര വലിയ അപരാധമാണത്! ഹജ്ജ് പോലെ, നിസ്കാരം പോലെ വളരെ പ്രധാനമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നല്ലയോ സകാത്ത് എന്ന് പറയുന്നത്. ആ സകാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവര് വല്ല റമദാനിലോ 27-നോ മറ്റോ കുറച്ചാളുകൾക്ക് 25 കിലോ അരിയുടെ ചാക്ക് വിതരണം ചെയ്താൽ
അതോടെ എൻ്റെ സക്കാത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അല്ലേ? അല്ലെങ്കിൽ റമദാൻ 17 ബദർ ദിനത്തിന്റെ അന്ന് കുറച്ച് പാവങ്ങൾക്കൊരു 100 രൂപയുടെ നോട്ടങ്ങ് കൊടുത്താൽ എൻ്റെ സക്കാത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പറ്റില്ല. കൃത്യമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിക ശരീഅത്ത് വളരെ കൃത്യമാണ്. നമ്മുടെ നാടുകളിലുള്ള ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി, അതുമായി ബന്ധപ്പെട്ട മസലകളെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണോ ഞാൻ എന്ന് ഓരോരുത്തരും വിലയിരുത്തണം, മനസ്സിലാക്കണം. എന്നിട്ട് ആ ബാധ്യതപ്പെട്ടവനാണെങ്കിൽ അത് കൊടുത്തു വീട്ടാൻ കഴിയണം. അത് കൊടുത്തു വീട്ടാതിരുന്നാൽ നമ്മൾ കടക്കാരാണ്. അതാണ് സക്കാത്ത് കടമാക്കപ്പെടുക എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമേൽ യാഥാർത്ഥ്യമാണിത്. സക്കാത്ത് കൊടുക്കാൻ ആളില്ല. സക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാരും വളരെ കുറവാണ്. ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ. ഉറക്കെ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഒന്നുകൂടെ, അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമ്പത്ത് എന്ന് പറയുന്നത് അത് വല്ലാത്ത ആകർഷണീയമായ സാധനമാണ്. അറബിയിൽ സമ്പത്തിന് മാലുൻ എന്നാണ് പറയുക. എന്താ പറയാ? മാലുൻ എന്ന് പറയും. മാലുൻ എന്ന പദം മാല എന്ന പദത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. മാല എന്ന അറബി പദം, അതിൽ നിന്നാണ് മാലുൻ എന്ന പദം വന്നത്. എന്താ ഈ മാല എന്ന് പറഞ്ഞാൽ? മാല എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നതിന്റെ അർത്ഥം. ചായുക, ചെരിയുക എന്നൊക്കെ അർത്ഥം കാണാം. ആകർഷിക്കുക. അപ്പൊ അതിൽ നിന്നാണ് മാലുൻ എന്ന പദം വന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ആരെയും ആകർഷിക്കുന്നതാണ് സമ്പത്ത്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പുറത്തായി കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, അല്ലേ? നല്ല അധ്വാനമുണ്ട്. കൊടുക്കാൻ തോന്നൂല്ല. എത്രയുണ്ടെങ്കിലും കൊടുക്കാൻ അതൊരു തൗഫീക്ക് വേറെ തന്നെയാണ്. അതൊരു തൗഫീക്കാണ്. എത്രയോ മുതലാളിമാർ നമ്മുടെ നാടുകളിലുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നിന്ന് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ദീനിന് കൊടുക്കുന്നവർ, അല്ലേ? പള്ളിയെ സഹായിക്കുന്നവർ, മദ്രസയെ സഹായിക്കുന്നവർ, ദീനീ സംരംഭങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെയുള്ള സമ്പന്നന്മാര് വിജയിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത മുതലാളിമാരൊക്കെ തോറ്റുപോകുന്നവരാണ്. സംശയം വേണ്ട, തോറ്റുപോകുന്നവരാണ്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഹബീബായ നബി തങ്ങളെ കാണാൻ ചെന്നു. വഹുവ ജാലിസുൻ ഫീ ദില്ലിൽ കഅബ. മുത്തുനബി തങ്ങൾ കഅബാലയത്തിന്റെ ചുമരിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഫലമ്മാ റആനി ഖാൽ, എന്നെ കാണേണ്ട താമസം പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ അഖ്സറൂന വറബ്ബുൽ കഅബ. കഅബയുടെ നാഥനെ തന്നെയാണ് സത്യം. അവർ തോറ്റുപോയവരാണ്, അവർ പരാജിതരാണ് എന്ന് പുണ്യനബി തങ്ങൾ എന്നെ കാണുമ്പോ ഇങ്ങനെ പറയുകയാണ്. ഞാൻ ചോദിച്ചു, നബിയെ, ആരാണ് നബിയെ തോറ്റുപോയവർ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ അക്സറൂന അംവാല, സമ്പത്ത് അധികരിച്ചവരാണ്, സമ്പത്ത് കുന്നുകൂടിയവരാണ്, ആവശ്യത്തെക്കാൾ ഏറെ സമ്പത്തുള്ളവർ. അബൂദർ ഗിഫാരി തങ്ങൾ ചോദിച്ചു, നബിയേ, ഉസ്മാൻ എന്ന ഒരു വലിയ സമ്പന്നനല്ലേ നബിയേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ വലിയ ധനാഢ്യനല്ലേ? അപ്പൊ ഇവരൊക്കെ തോറ്റുപോയവരാണോ? ഇവരൊക്കെ പരാജിതരാണോ നബിയേ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ മൻ ഖാല ഹകദാ വഹകദാ വഹകദാ. 4 ഭാഗത്തേക്കും കൈ ചൂണ്ടി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഏതൊരു സമ്പന്നൻ അവന്റെ മുതലിൽ നിന്ന് അർഹരായ ആളുകൾക്ക് നൽകിയോ, ദീനിയായ സംരംഭങ്ങൾക്ക് ചെലവഴിച്ചോ, അവരൊഴികെ മറ്റെല്ലാ സമ്പന്നന്മാരും പരാജിതരാണ്, തോറ്റുപോകുന്നവരാണ്. നബിയുനാ റസൂലുള്ളാഹി. ദീനിനെ
ചേർത്ത് പിടിച്ച സമ്പന്നന്മാരൊഴികെ അവരൊക്കെ വിജയികളാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മുതലാളിമാരൊക്കെ അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പന്നനായ മാത്രം പോരാ, അത് നന്മയുടെ വഴിയിൽ ചെലവഴിക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാവണം. അതാണ് പ്രധാനം. അവർക്കാണ് സമ്പത്ത് അനുഗ്രഹമായി മാറുന്നത്. അല്ലാത്ത ആളുകൾക്ക് സമ്പത്ത് അനുഗ്രഹമാണ് എന്ന് പറയാൻ കഴിയില്ല. സമ്പത്ത് നിഗ്രഹമാണ്, അതൊരു പരീക്ഷണമാണ്. അനുഗ്രഹമാണെന്ന് പറയാൻ കഴിയില്ല, അതൊരു നിഗ്രഹമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ശിക്ഷയാണ്. കാരണം അത് നരകം നേടാനുള്ള വഴിയാണ്. ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവുക, അതിനെ നന്മയുടെ വഴിയിൽ ചെലവഴിക്കാനുള്ള ഒരു സന്മനസ്സില്ലാതിരിക്കുക. അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. വസ്സകാത്തു മഗ്റമാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളൊക്കെ എത്രയാണ് പ്രിയപ്പെട്ടവരെ ഈ ദീനിന് വേണ്ടി സംഭാവന ചെയ്തത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം വാരിക്കോരി കൊടുത്തു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജാമിഉൽ ഖുർആനി അൻഫഖ മാലൻ കസ്റൻ കസ്റാ ഉസ്മാനു ദുന്നൂറൈനി അൻഹു റളിയല്ലാഹ്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ മൂന്നാമത്തെ അധ്യക്ഷൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ ധനാഢ്യനാണ്, സമ്പന്നനാണ്. സമ്പന്നതയുടെ മടിത്തട്ടിൽ പരിലസിച്ചവരാണ്. എന്നാലോ ആ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം, നല്ലൊരു ഭാഗം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്ത മഹാനായ സ്വഹാബിയാണ്. ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ. സ്വർഗ്ഗത്തിലെ എൻ്റെ കൂട്ടുകാരൻ അത് എൻ്റെ ഉസ്മാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സമ്പത്തുള്ള ആളുകൾ, ഇഷ്ടംപോലെ തോട്ടങ്ങളുള്ളവർ, വരുമാന മാർഗങ്ങളുള്ളവർ, അത് അല്ലാഹ് തന്നതാണെന്ന ബോധം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടരുതേ. അത് അല്ലാഹ് തന്നതാണെന്ന ബോധം നിങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതേ. സമ്പത്ത് കുന്നുകൂടുമ്പോ പലപ്പോഴും അതങ്ങ് മറന്നു പോകാറുണ്ട് ചിലർ. ഇത് തന്നവന്റെ പേര് അല്ലാഹുവാണ്, ഇതിന്റെ ദാതാവ് അല്ലാഹുവാണ് എന്ന് മറന്നു പോകാറുണ്ട്. അപ്പോഴാണ് നന്ദികെട്ട വർത്തമാനങ്ങളൊക്കെ പറയാ. അപ്പോഴാണ് നന്ദികെട്ട വർത്തമാനങ്ങളൊക്കെ പറയാ. എല്ലാം എന്റേതാണ്, ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അല്ലേ എന്ന് പറയും. അല്ലാഹു തന്നതാണ്, അതല്ല കൊടുത്തതാണ്. അല്ലാഹു എല്ലാവർക്കും വാരിക്കോരി, അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാം സമ്പത്ത് വാരിക്കോരി കൊടുക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യുഅതി ദുനിയാ ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബ്. അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കും. അതുകൊണ്ടല്ലേ അംബാനിമാരൊക്കെ, ടാറ്റയും ബിർളയും ഒക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്പന്നരായി മാറിയത്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും, ഒരിക്കൽ പോലും റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാത്തവനും അല്ലാഹു ദുനിയാവ് വാരിക്കോരി കൊടുക്കും. പക്ഷേ വലാ യുഅതിൽ ഹിക്മത ഇല്ലാ ലിമൻ അഹബ്ബ. മനസ്സിലാക്കിക്കോളൂ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന സമ്പത്ത് ഏതാണെന്നറിയോ? അത് ഹിക്മത്താണ്, അത് അറിവാണ്, അത് വിജ്ഞാനമാണ്. വിജ്ഞാനമാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന സമ്പത്തിന്റെ പേര് വിജ്ഞാനമാണ്, അറിവാണ്. ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അല്ലാഹു വിജ്ഞാനം കൊടുക്കൂല. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
قلبي مذ أتيت وادي النقى فما تابعا وداد طه تاليا للتالي تال لا إله إلا الله لا إله إلا الله محمد رسول الله. നിങ്ങളോട് തന്നെ നിർത്താനായോ? ഇല്ലല്ലോ, കുറച്ചുകൂടി പറയാല്ലേ? നിർത്താനായതിൻ്റെ ചില സൂചനകൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയോന്നൊരു സംശയം. അന്ത്യനാളിൻ്റെ സൂചനകളാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിർത്താനതിനും ചില സൂചനകളുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ സൂചനകൾ കണ്ടു തുടങ്ങുന്നത് പോലൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൂടെ ഉണ്ട്, ഞാൻ ഓടിച്ചു പോവാണ്. ഞാൻ പറഞ്ഞു വന്നത് വസ്സകാത്തു മഗ്റമ. നാലാമതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനല്ലാത്തതിന് വേണ്ടി പഠിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരൽ അവസാന നാളിന്റെ അടയാളമാണ്. ദീനല്ലാത്തതിന് വേണ്ടി പഠിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദീന് പഠിക്കാൻ കുട്ടികളെ കിട്ടാതിരിക്കുക, ദീന് പഠിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്കും താല്പര്യമില്ലാതിരിക്കുക. വാട്സപ്പ് നോക്കുന്ന കുട്ടികളൊക്കെ ഇൻഷാ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ഇൻഷാ അല്ലാഹ് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ വാട്സപ്പിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്നല്ല, നമ്മൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ ആളെ കിട്ടാതിരിക്കുക. ഇനി ദീന് പഠിക്കുന്നവരാണെങ്കിൽ തന്നെ ദീനല്ലാത്ത മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി പഠിക്കുക. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു ഹദീസാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ദീന് പഠിക്കുന്നവരിൽ പോലും നീയത്ത് വേറെയാണ്, മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടി പഠിക്കുക. വളരെ അപകടകരമായ ഒരു വല്ലാത്തൊരു സാഹചര്യമാണത്. ദീന് പഠിക്കുന്ന ആളുകൾ പോലും അവരുടെ നീയത്തുകൾ മറ്റു എന്തൊക്കെയോ ആയി മാറുക, അല്ലേ? സമൂഹത്തിൽ വലിയ പേരുണ്ടാവണം, വലിയ പ്രശസ്തി ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല ശമ്പളം വാങ്ങുന്ന എന്തെങ്കിലും നല്ല ജോലി നേടണം. ഈ അർത്ഥത്തിലൊക്കെ അറിവ് നേടുക. പഠിക്കുന്നത് എന്താണ്? ഇൽമ് തന്നെയാണ്, ഹദീസും ഖുർആനും അതേ മറ്റു പല കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചിന്തയും നീയത്തും ഒക്കെ എന്തായി മാറുക? ദുനിയാവ്, മറ്റു പല താല്പര്യങ്ങളായി മാറുക. ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ എത്ര വലിയ പുണ്യമുള്ളവരാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഭൂമിക്ക് മുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മഹത്വം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അവർക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്തൽ ഹീതാനു ഫിൽ ബഹർ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഊളിയിട്ടിറങ്ങുന്ന മത്സ്യങ്ങൾ പോലും, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഊളിയിട്ടിറങ്ങുന്ന മത്സ്യങ്ങൾ പോലും ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുവെങ്കിൽ അത് അവന്റെ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാണെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ദീൻ പഠിക്കുന്നവർക്ക് വലിയ പുണ്യമാണ്. അറിവുള്ളവരെപ്പോഴും മേലെയാണ്, അറിവില്ലാത്തവൻ എപ്പോഴും താഴെയാണ്, അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ഒരിക്കലുമില്ല. അറിവുള്ളവൻ എപ്പോഴും മേലെയാണ്, അറിവ് വളരെ പ്രധാനമാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറുമേറിടും മേന്മ നൽകും മഹൽ ഗുണം, വിദ്യ തന്നെ മഹാധനം എന്ന് വളരെ പ്രസിദ്ധനായ ഒരു കവി പാടിയിട്ടുണ്ട്. കൊണ്ടുപോകില്ല ചോരന്മാർ, കള്ളന്മാർ കൊണ്ടുപോകാത്ത ധനം, കള്ളന്മാർ കൊണ്ടുപോകാത്ത ധനം കൊടുക്കും തോറുമേറിടും. ആരാണോ അത് നൽകുന്നത്?
നൽകുന്നയാളിൽ നൽകുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. മേന്മ നൽകും ആ മഹൽ ഗുണം. ആരിലാണോ ആ ഗുണമുള്ളത് അവർക്ക് മേന്മയാണ്, അവരെപ്പോഴും മേലെയാണ്. ഏതാണ് ആ ഗുണം? വിദ്യ തന്നെ മഹാധനം. അറിവാണ്, അറിവാണ്, അറിവാണ് ഏറ്റവും വലിയ ആ സമ്പത്ത് എന്ന് കവി പഠിപ്പിക്കുകയാണ്. അറിവ് വളരെ പ്രധാനമാണ്. നന്നായി പഠിക്കണം. സ്കൂൾ പഠിക്കുന്ന മക്കളൊക്കെ നന്നായിട്ട് പഠിക്കണം. സ്കൂളും മദ്രസ പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളെല്ലാം കൃത്യമായി നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിക്കാനുള്ള പ്രചോദനവും പ്രേരണവും രക്ഷിതാക്കളെ നമ്മൾ നൽകണം. നമ്മളിങ്ങനെ മദ്രസയിൽ സ്കൂളും കൊണ്ടുപോയി ചേർത്ത് അതോടെ നമ്മുടെ ബാധ്യത തീർന്നു എന്ന് വിചാരിക്കരുത്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലേ? മക്കളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അവരുടെ പഠന നിലവാരം ഇടയ്ക്കിടെ നമ്മൾ ആരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അവരോട് ചോദിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് മറ്റു പല കാരണങ്ങളാലും സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആദരണീയരായ ഉസ്താദന്മാരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. മദ്രസ പഠിപ്പിക്കാൻ, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ. അവരോട് ഇടയ്ക്കിടെ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം മക്കളുടെ പഠന നിലവാരം. മക്കൾ നന്നായി പഠിക്കണം. അവർ പഠിച്ച് നമ്മുടെ സമുദായത്തിൽ നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ വേണം. അതിനൊന്നും ഇസ്ലാം എതിരാണെന്ന് ആരും വിചാരിക്കരുത്. അല്ല, ഇന്നിപ്പോ എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആവാനാണ് താല്പര്യം. കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണമെന്നറിയോ? നല്ല മതബോധമുള്ള മക്കളാവണം. അതോടൊപ്പം അള്ളാനെ പേടിയുള്ള മതബോധമുള്ള ഡോക്ടർ ആവണം, മതബോധമുള്ള എഞ്ചിനീയർ ആവണം. അത്രേ പറയുന്നുള്ളൂ. അതല്ലെങ്കിൽ നാളെ നമ്മൾ അവരെ കൊണ്ട്, അങ്ങനെയുള്ള മക്കളെ കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് ഇരുവീട്ടിലുണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. മതബോധമില്ലാത്ത കേവലം ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ആ മക്കളെ കൊണ്ടൊരു ഉപകാരമുണ്ടാകുമെന്ന് ഒരു വാപ്പയും കരുതരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മതബോധം ഉണ്ടോ? അവൻ എത്ര വലിയ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അതിനപ്പുറത്തായാലും അവന് വാപ്പയാരെന്നറിയാം, ഉമ്മ എങ്ങനെ ഉമ്മയെ നോക്കണം, പരിരക്ഷിക്കണമെന്നറിയാം. മതബോധം വളരെ പ്രധാനമാണ്. അതിനാണ് മദ്രസകൾ പഠിപ്പിക്കുന്നത്. അതിനാണ് നമ്മുടെ നാടുകളിൽ മദ്രസകൾ പ്രവർത്തിക്കുന്നത്. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്, പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്നത്. ഉസ്താദന്മാര് മദ്രസയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്നത് എല്ലാം 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 അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാവണം. പഠിപ്പിക്കാൻ രക്ഷിതാക്കളെ നമ്മളും തയ്യാറാവണം. പഠിക്കുന്നത് ദീനാവണം, പഠിക്കുന്നത് ദീനിയായ ഉദ്ദേശത്തോടെയും ആവണം. ഇതെല്ലാം സമ്മേളിക്കുമ്പോഴാണ് യഥാർത്ഥ മുത്തഅല്ലിമീങ്ങളായി മാറുന്നത്. ആ യഥാർത്ഥ മുത്തഅല്ലിമീങ്ങൾക്കുള്ള പ്രതിഫലം ലഭ്യമാകുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവാണ്. وأطاع الرجل امرأته وعق أمه وأدنى صديقا وأقصى أباه. ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്ന 4 വചനങ്ങളിൽ മുത്തുനബി തങ്ങൾ പറയുന്നത് ചില സാമൂഹിക വിപത്തുകളെ കുറിച്ചാണ്. അവസാന നാളിനോടനുബന്ധമായി ലോകത്തുണ്ടാകാനിടയുള്ള ചില സാമൂഹികമായ വിപത്തുകൾ. ഏതാണത്? ഹബീബായ നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅത്വാഅർ റജുലു ഇംറഅതാ, ഒരാൾ അവന്റെ ഭാര്യയെ അനുസരിക്കലാണ്. വഅക്ക ഉമ്മ, ഉമ്മാനെ ബുദ്ധിമുട്ടിക്കലാണ്. വഅദ്നാ സ്വദീഖ, കൂട്ടുകാരെ അടുപ്പിക്കുക. വഅഖ്സാ അബാ, വാപ്പാനെ അകറ്റുക. ഈ ഓരോ ഹദീസും നമ്മളിങ്ങനെ പറയുമ്പോ അറിഞ്ഞോ അറിയാതെയോ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വദഖ്ത യാ റസൂലല്ലാഹ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ആലോചിച്ച് നോക്ക്, നമ്മൾ എത്ര കൃത്യമായാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അനുസരിക്കലാണ്. ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അനുസരിക്കൽ. എപ്പോഴും ഭർത്താവിനനുസരിക്കുന്നവളാവണം ഒരു പെണ്ണ് എന്നുള്ളതാണ്. ഒരു പെണ്ണിന്റെ സ്വർഗവും നരകവും ഭർത്താവിന്റെ പൊരുത്തത്തിലും അതൃപ്തിയിലുമാണുള്ളത്. ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്വർഗം, ഭർത്താവിന്റെ അതൃപ്തിയിലാണ് പെണ്ണിന്റെ നരകമുള്ളത്. അങ്ങനെയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
പെണ്ണ് അനുസരണയുള്ളവളാവണം. പുതിയ കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയാ, പല ചിന്താഗതിക്കാരിങ്ങനെ വളർന്നു വന്നിരിക്കുന്ന കാലമാണ് അല്ലെ. പല രീതിയിലുള്ള ചിന്താഗതികൾ, പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്താഗതിക്കാർ. ഇപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും പെണ്ണിട്ടാനില്ല. നേരത്തെ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. അത് ഒന്നേരായി ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഉസ്താദിൻ്റെ മകനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമാണ്, പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വീട്ടുകാർക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ഉറക്കെ പറയും മനുഷ്യന്മാരെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ വീട്ടുകാർ ഞങ്ങളെ സൽക്കരിച്ചതുപോലെ അല്ലാഹുവേ നീ ആ കുടുംബത്തെ സൽക്കരിക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, എന്താണ് ഈ പുതിയ കാലത്ത് കുറേ പെൺകുട്ടികൾ പറയുന്നത് കല്യാണ ജീവിതം വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാളുടെ അടിമയാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ അടിമയാകണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഒരിക്കലും അടിമയാകണമെന്ന് അല്ല. ഭർത്താവിനെ അനുസരിക്കണമെന്ന് ഭാര്യമാരോട് ഉപദേശിക്കുന്ന പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യമാരോട് ഇടപഴകേണ്ടത്, അവരോടുള്ള നിങ്ങൾക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, കൃത്യമായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും ഹദീസുകളിലേക്ക് കടക്കാൻ ഇപ്പൊ സമയം തീരെയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല.